അപ്പോൾ ആശയങ്ങളുടെ പേരിൽ അത് BJP പകർന്നു നൽകുന്ന ഡെവലപ്മെന്റ്സിനെ കുറിച്ചുള്ള ചിന്തകളും അവരുടെ ഇംപ്ലിമെന്റേഷനും പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിനെ നയിക്കുന്ന BJPയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജിയുടെ ആശയങ്ങളിലൊക്കെ കേരളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനോടൊപ്പം സഞ്ചരിക്കാൻ ഞാനും തീരുമാനിച്ചു. ഞാൻ എന്റെ പാർട്ടിയായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വിട്ടു. ഞാൻ പാർട്ടി മെമ്പറാണ്. കുറെ നാളുകളായിട്ട് തന്നെ ഈ ആശയം മുന്നിലുണ്ട്. അങ്ങനെ എന്നെ BJPയിലേക്ക് ക്ഷണിച്ചു. എനിക്കിപ്പോൾ മെമ്പർഷിപ്പ് നൽകി, ഷാളിട്ട് അണിയിച്ചു. ഇന്നീ നിമിഷം മുതൽ എന്റെ വാക്കുകളും എല്ലാം പ്രവൃത്തികളും BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അത് കേരളത്തിൽ വിജയത്തിലേക്കെത്തി കേരളത്തിന്റെ ഭരണം കേരളത്തിൽ കയ്യേറാതെന്ന് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ കോട്ടയം ഭാഷയാണ്. നിങ്ങളതിനെ പ്രതികരിക്കുന്നത് ചിന്തയായിട്ടായിരിക്കണം. BJPക്ക് വേണ്ടി ഒരു ശബ്ദമായിട്ട് അവസരം കിട്ടി ഇനി മാറും. കേരളം ഇനി ആവശ്യം നമുക്ക് ഈ അധപ്പതിക്കുന്ന രാഷ്ട്രീയ ചിന്താഗതികളല്ല, വികസനത്തിന്റെ ഡെവലപ്മെന്റ്സിന്റേതായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന് ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖരജിയുടെ ആശയങ്ങളോടും BJPയോടും എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊക്കെയാണ് ഇതിനകത്തിരിക്കുന്നത്. ഞാനും സുരേഷൊക്കെ എത്രയോ വർഷങ്ങൾ സംവാദങ്ങളിൽ ഏർപ്പെടുന്നു. അവർക്കെല്ലാം ഒരുപാട് നന്ദി പറയുന്നു. ഇന്നീ നിമിഷം മുതൽ ഇപ്പോൾ എന്നെ ഒരു ചാനലിൽ വിളിച്ചു ഇന്ന് സംവാദത്തിന്. അപ്പൊ ഞാൻ പറഞ്ഞു സോറി, ഇന്നു മുതൽ എന്റെ ശബ്ദം വേറെ ആയിരിക്കും, വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, എനിക്ക് സപ്പോർട്ട് തരണം. BJPയുടെ മുന്നോട്ടുള്ള വളർച്ച വലിയ ഗംഭീരമായിരിക്കും. പ്രത്യേകിച്ച് കേരളത്തിലെ എന്താ പറയുക, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു മനുഷ്യന്റെ മനസ്സിൽ BJP കുടിയേറി കഴിഞ്ഞു.